ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സോളിൽ നാഷണൽ അസംബ്ലി കെട്ടിടത്തിൽ പറന്നിറങ്ങിയ സൈന്യത്തെ മുഖാമുഖം നേരിട്ട ഒരു സ്ത്രീ ആഗോള ജനാധിപത്യാവകാശ പോരാളികളുടെ പ്രത്യാശയാവുകയാണ്. ഒരു സൈനികന്റെ നിറതോക്ക് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആൻ ബി റയോങ് എന്ന 35-കാരിയുടെ ചിത്രം വൈറലാവുകയാണ്. ടെലിവിഷൻ ജേർണലിസത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തിയ ആൻ കൊറിയൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വക്താവാണ്. 자유 헌정 질서를 지키기 위해 ദക്ഷിണ കൊറിയ ഒരു ജനാധിപത്യ രാജ്യമാണ്. 1987 ജനാധിപത്യ മുന്നേറ്റം ദക്ഷിണ കൊറിയയിലെ സ്വേച്ഛാധികാരത്തെ തൂത്തെറിഞ്ഞാണ് 6ാം റിപ്പബ്ലിക് സ്ഥാപിച്ചത്. കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ജനാധിപത്യമുള്ള രാജ്യങ്ങളിലൊന്നായ ദക്ഷിണ കൊറിയ ഒരിക്കൽ കൂടി സ്വേച്ഛാധികാരത്തിൻ്റെ തോക്കിൻകുഴലുകളെ തോൽപ്പിച്ചു. ഒറ്റ രാത്രി കൊണ്ട് ദക്ഷിണ കൊറിയക്കാർ സൈനികാധികാരത്തെ ചെറുത്തുനിന്നപ്പോൾ ജനാധിപത്യത്തിനായി വെടിയുണ്ടകളെ ഭയക്കാതെ തെരുവിലിറങ്ങിയ ജനശക്തിയുടെ പ്രതീകമായി മാറി ഒരു 35-കാരി. തനിക്ക് മുന്നിൽ ഉയർന്ന ഒരു യന്ത്രത്തോക്കിൽ പിടുത്തമിട്ട ആൻ ബി റയോങ് ആണ് കൊറിയൻ ജനതയുടെ അടിയറവില്ലാത്ത ജനാധിപത്യ വാഞ്ചയുടെ ഉജ്ജ്വല ബിംബമായി മാറിയത്. ദക്ഷിണ കൊറിയൻ പ്രതിപക്ഷ കക്ഷിയായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വക്താവാണ് ആൻ ബി റയോങ്. തോക്കിൻ മുനയിൽ പിടുത്തമിട്ട് നിൽക്കുന്ന ആനിൻ്റെ ചിത്രം ഇന്ന് ലോകമെങ്ങും പടർന്നു പിടിക്കുകയാണ്. ജനാധിപത്യ അവകാശ പോരാട്ടത്തിൻ്റെ സൈനികാധികാരങ്ങളോടുള്ള പ്രതിഷേധത്തിൻ്റെ പ്രതീകമായി മാറിക്കഴിഞ്ഞു ആനിൻ്റെ ചിത്രം. ദക്ഷിണ കൊറിയയിൽ പ്രസിഡന്റ് യൂൻ സൂക്യോൾ സൈനികാധികാര നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അസംബ്ലി കെട്ടിടത്തിലേക്ക് പാഞ്ഞെത്തിയ പ്രതിഷേധക്കാരിൽ ആനും ഉണ്ടായിരുന്നു. കൊറിയയിലെ പല നവതലമുറക്കാരെയും പോലെ ആനിനും പരിചിതമല്ലായിരുന്നു സൈനികാധികാരം. സൈനികാധികാര നിയമം പ്രഖ്യാപിച്ച ഡിസംബർ 3 രാത്രി 11 അസംബ്ലി കെട്ടിടത്തിലെത്തിയ ആനും സഹപ്രവർത്തകരും കണ്ടത് തോക്കുകളേന്തിയ സൈനികരെയും പറന്നിറങ്ങുന്ന ഹെലികോപ്റ്ററുകളുമാണ്. മോശപ്പെട്ടൊരു ചരിത്രത്തിലേക്കുള്ള മടങ്ങിപ്പോക്കിന് സാക്ഷ്യം വഹിക്കുകയാണ് എന്നാണ് തനിക്ക് അപ്പോൾ തോന്നിയതെന്ന് ആൻ പറഞ്ഞു. ഭയമുണ്ടായിരുന്നുവെങ്കിലും നിശബ്ദയായിരിക്കാൻ കഴിഞ്ഞില്ല. തോക്കിൽ പിടുത്തമിട്ട നിമിഷത്തെക്കുറിച്ച് ആൻ ഓർത്തെടുത്തു. ടെലിവിഷൻ ജേർണലിസ്റ്റിൻ്റെ ജോലിയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കെത്തിയ ആൻ ഇന്ന് ആഗോള ജനാധിപത്യവാദികൾക്ക് ആവേശം പകരുന്ന നായികയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.